ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ ഗൗതം രാജ് ആൻഡ് യു ഗൈസ് ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡ്രീം റോവർ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ തിരിച്ചു പോവാണ്. ആ 3 മാസത്തെ വെക്കേഷന് ശേഷം ഇന്ന് ഞാൻ തിരിച്ച് UK യിലേക്ക് പോവാണ്. ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡേ ടു ഡേ ലൈഫായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടൊരു ഷിപ്പിൽ പോകുന്ന ദിവസം ഞാൻ വളരെ കൺഫ്യൂഷൻ ആയിരുന്നു. നമ്മൾ എന്തൊക്കെ പാക്ക് ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മളെ കയ്യിൽ വെക്കണം, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മളോട് തന്നെ ചോദിക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ ആദ്യമായിട്ട് ഷിപ്പ് പോകുന്ന ഒരാൾക്കോ, അല്ലെങ്കിൽ ഷിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് US ലോ UK ലോ പഠിക്കാൻ പോകുന്ന ഒരാൾക്കോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാം. എൻ്റെ വീഡിയോയിൽ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ UK എത്തുന്നവരെ ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്നാണ്, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പേ ഞാൻ ഇന്ന് രാവിലെ എണീച്ചു. ഇന്ന് രാവിലെ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട എന്ന്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നായിരിക്കും കഴിക്കുക. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കൂടെ പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എൻ്റെ ഇന്നത്തെ ഡേ ടു ഡേ ലൈഫിൽ എൻ്റെ കൂടെ തന്നെ നിങ്ങളുണ്ടാവുന്ന വിചാരിക്കുന്നു. വീഡിയോ മുഴുവൻ കാണാം, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇവിടെ കഴിക്കാൻ എന്താണ്? പൊറോട്ട, പുട്ട്, ചോത്തിരി, 2 പൊറാട്ട ഒരു ബീഫ് ഒരു കളേ ബീഫില്ലേ, 2 പൊറാട്ട ഒരു ബീഫ്. എപ്പോഴും ഷിപ്പ് നിറങ്ങുമ്പോൾ ഷിപ്പിലുള്ള ഫ്രണ്ട്സിനോട് പറയും നാട്ടിൽ പോയാൽ ഫുള്ള് ഡയറ്റ്, ജിമ്മ് സെറ്റ്, തിരിച്ചു വരുമ്പോൾ മനസ്സിലാവില്ലാന്ന്. നാട്ടിൽ വന്നിട്ട് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നാട്ടിലത്തെ ഫ്രണ്ട്സിനോട് പറയും പണിക്ക് പോയാൽ ഡയറ്റ്, ജിമ്മ് സെറ്റ്, തിരിച്ചു വന്നാൽ മനസ്സിലാവില്ലാന്ന്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 2-3 കൊല്ലമായി നടക്കുന്നത്. വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിപ്പം വന്ന ഹോട്ടലില്ലേ, അത് കാമ്പർത്താവിൻ്റെ അടുത്തുള്ള ഹോട്ടലാണ്. അത് ഒരുപാട് കാലങ്ങളായിട്ട് അതേമാതിരി തന്നെയാണ്. ഇപ്പോഴാണ് അവർ റെനോവേറ്റ് ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓലയൊക്കെ വെച്ചിട്ടായിരുന്നു. അതായത് ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ കുക്ക് ചെയ്യുന്നവർ ആ ഒരു സെയിം റെസിപ്പിയാണ് ഫോളോ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയുക, പണ്ടത്തെ ആൾക്കാർ കപ്പിപ്പിടിയ എന്നൊക്കെ പറയുന്ന മാതിരത്തെ ഒരു സംഭവമാണിത്. ഞാൻ എപ്പം നാട്ടിൽ വന്നാലും 2ാം ദിവസം ഞാൻ ഇവിടെ വന്ന് ഫുഡ് കഴിക്കും. അതേമാതിരി തിരിച്ചു പോകുമ്പോഴും ഇതേമാതിരി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ പോകാറ്. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. 10:30 ആയാലും നല്ല ചൂട് പൊറോട്ട കിട്ടും. ബീഫ് വരെയൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയിൽ നല്ല ചൂട് തന്നെ കിട്ടും. ഇവിടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിലും സൂപ്പർ ഹോട്ടലാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. പാക്കിങ് തുടങ്ങാനുള്ള പരിപാടിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഇന്നലെ തന്നെ വേണ്ട സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ തന്നെ ഇന്നലെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 6-7 മാസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് മേടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സോപ്പ്, ബ്രഷ്, പേസ്റ്റ്, ഉപയോഗിക്കാനുള്ള സ്പ്രേ അതെല്ലാം ഒരുപാട് മേടിച്ചിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വർക്കിന് വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സോക്സ് വേണം. അടിയിലിടുന്ന ബനിയൻ, പൂക്കളുള്ള ശരി, വീടിൻ്റെ അകത്തിടാൻ വേണ്ടി പറ്റുന്ന, ക്യാബിൻ്റെ അകത്തിടാൻ പറ്റുന്ന ചെരുപ്പ്, ഇതൊക്കെയാണ് എല്ലാ പ്രാവശ്യവും സ്ഥിരമായിട്ട് മേടിക്കുന്ന സാധനങ്ങൾ. അപ്പം നമ്മളിപ്പോൾ ഒരു 6-7 മാസത്തേക്ക് പോകാണല്ലോ. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡായി പോകുന്നതായിരിക്കും നല്ലത്. പുറത്ത് പോയിട്ട് UK പോയിട്ട് ഇതൊക്കെ മേടിക്കുകയാണെങ്കിൽ കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി വലിയ കുഴപ്പമില്ല. തിരിച്ചു വരുമ്പം ഈ സംഭവങ്ങളൊന്നും നമ്മളെ മീൻസ് ബ്രഷ്, പേസ്റ്റ് ആകുന്ന സംഭവങ്ങളൊന്നും നമ്മളെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ ബാലൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇങ്ങോട്ട് വരുമ്പം ഇതൊക്കെ മാറിയിട്ട് ഇതിന് പകരം ചോക്ലേറ്റും പാനീയങ്ങളും എല്ലാം ആവും കൊണ്ടുവരുന്നത്. നേരത്തെ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ മറന്നുപോയാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സംഭവങ്ങളൊക്കെയാണ്. നമ്മളെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഇതേമാതിരി ഒരു ഫയലിനകത്താക്കിയിട്ട് നമ്മൾ പേര് എഴുതിയിട്ട് വെക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഇത് സബ്മിറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ STCWൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ CDC പാസ്പോർട്ട്, പിന്നെ നമ്മൾ ട്രാവൽ ലെറ്റർ ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ എയർപോർട്ടിൽ ഇമിഗ്രേഷന് വേണ്ട സമയത്ത് നമ്മൾ കൈവിൽ വെക്കേണ്ട സംഭവങ്ങളാണ്. അതൊക്കെ എടുത്തു വെക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ യെല്ലോ ഫീവറിൻ്റെ സർട്ടിഫിക്കറ്റ്, വാക്സിൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അതെല്ലാം എടുത്തു വെക്കണം. ഇതൊക്കെ നമ്മൾ ഷിപ്പിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കണം. സബ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ മറന്നുപോയാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ നിന്ന് എന്തെങ്കിലും മറന്നു പോയാൽ ഭയങ്കര ഇഷ്യൂ ആണ്. ചിലപ്പോൾ തിരിച്ചതേമാതിരി തന്നെ വരേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കയറാൻ തന്നെ പറ്റിയെന്ന് വരില്ല. ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് കാലമായിട്ട് എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്നതാണ്. ഞാൻ എൻ്റെ റൂമിൽ അവിടെ പോയാൽ അവിടെ ജസ്റ്റ് ഹാങ് ചെയ്ത് വെക്കും. വേറെ ഒന്നുമല്ല, APJ അബ്ദുൽ കലാമിൻ്റെ വേർഡ്സ് ആണ്. ഈ ഒരു സംഭവം നമ്മൾ UK യിലേക്കോ US ലേക്കൊക്കെ പോകുകയാണെങ്കിൽ വളരെ അത്യാവശ്യമുള്ള സംഭവമാണ്. യൂറോപ്പിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സോക്കറ്റാണ്. അത് നമ്മളെ കൈവിലുള്ള ചാർജറിനെയൊക്കെ ജസ്റ്റ് ഒരു അഡാപ്റ്റർ മാതിരി ഇത് വർക്ക് ചെയ്യും. ഇത്
നല്ല ക്വാളിറ്റി നോക്കി മേടിക്കണം. ഇന്ത്യയിൽ നിന്ന് മേടിച്ചതൊക്കെ അധികം എൻ്റെ പെട്ടെന്ന് ചീത്തയായി പോയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സാധനമാണെങ്കിൽ ഒരുപാട് ഞാൻ ലാസ്റ്റ് ചെയ്യും. ഞാൻ അത് 2 വർഷത്തോളം യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രാവശ്യം പോയി വരുമ്പോൾ 8 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. ജിമ്മ്, ഡയറ്റ് ഓർത്ത് വെച്ചോ. എയർപോർട്ടിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്യുന്നതിനും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികമൊന്നും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു, ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്തു. എൻ്റെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ഖത്തർ എയർലൈൻസിൻ്റെ ആയിരുന്നു. രാവിലെ പുലർച്ചയ്ക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തന്നത് ഒരു കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റാണ്. സോസേജും മാഷ് പൊട്ടാറ്റോസും ഒക്കെ ആയിട്ട്. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ഒരു ബസ് കയറിയിട്ടാണ് ഞങ്ങൾ അടുത്ത ടെർമിനലിലേക്ക് പോയത്. അങ്ങനെ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. ശരിക്കും ഒരു വലിയൊരു അത്ഭുതം തന്നെയാട്ടോ ഈ എയർപോർട്ട്. എത്രമാത്രം വലുതാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ വന്നിട്ട് ഈ ഒരു പ്രതിമയെ, ഈ ഒരു ഡോളിനെ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ദോഹ എയർപോർട്ട് കംപ്ലീറ്റ് ആവില്ല. ഇത് ലോട്ടറി അടിച്ചാൽ കിട്ടുന്ന ഗിഫ്റ്റാട്ടോ. ബെൻസൊക്കെ ഉണ്ട്. ഒരു എയർപോർട്ടിനുള്ളിലൂടെ ട്രെയിൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കുറച്ച് നടന്ന് അടുത്ത ഞങ്ങളെ ലണ്ടൻ ഹെത്രോയിലേക്കുള്ള ഫ്ലൈറ്റ് വരുന്ന ഗേറ്റിലെത്തി. അടുത്ത ഫ്ലൈറ്റ് ഖത്തറല്ലായിരുന്നു കേട്ടോ, ബ്രിട്ടീഷ് എയർലൈൻസ് ആയിരുന്നു. അങ്ങനെ ഒരു 10 മണി 11 മണി ആയപ്പം ഈ ഒരു സാൻഡ്വിച്ച് കൊണ്ടുത്തന്നു. വലിയ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം ട്രാവൽ ചെയ്തു ഹെത്രോ ലണ്ടനിലെത്തി. ഇനി എന്നോട് എൻ്റെ കമ്പനി പറഞ്ഞത് കോസ്റ്റ കോഫിയുടെ മുമ്പിൽ വന്ന് വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ കോസ്റ്റ കോഫി ടെർമിനലിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പോകാമെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു ഈ ഒരു ട്രെയിനിൽ കയറി പോകണമെന്ന്. അങ്ങനെ ദുബായിൽ കണ്ട ട്രെയിന്, ദൂരത്ത് നിന്ന് കണ്ട ട്രെയിന് ഇതിൻ്റെ അകത്ത് കയറാനും പറ്റിയ ഒരു ഫ്ലൈറ്റ്, ഒരു എയർപോർട്ടിൻ്റെ അകത്ത് വന്നിട്ട്. കോസ്റ്റ കോഫിയുടെ മുമ്പിൽ നിന്നാൽ മതി, പോർട്ട് ഏജൻറ്റ് വന്ന് പിക്കപ്പ് ചെയ്യുന്നതാണ് ഏജൻസി പറഞ്ഞത്. അങ്ങനെ ഒരു 45 മിനിറ്റോളം ഞങ്ങളവിടെ പോസ്റ്റായി. ഗായ്സ്, അങ്ങനെ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത ജേണി ഇവിടെ ലണ്ടനിൽ UK എത്തിയിട്ട് അവസാനിക്കുകയാണ്. എൻ്റെ ജേണി ശരിക്കും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇമിഗ്രേഷനിലൊന്നും അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നതോ ലൈൻ നിൽക്കോ ഫ്ലൈറ്റ് ലേറ്റ് ആവോ ഡിലേയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജേണി തന്നെയാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ പോർട്ട് ഏജൻറ്റ് വന്നിട്ട് എന്നെ ഇവിടുന്ന് പിക്കപ്പ് ചെയ്യും, രാവിലെ ഷിപ്പിൽ ഡ്രോപ്പ് ചെയ്യും. നാളെ മുതൽ എൻ്റെ ഈ ഒരു പുതിയൊരു കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ കാണുന്ന സ്ഥലങ്ങളും എൻ്റെ എക്സ്പീരിയൻസും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ജേണിക്ക് വേറെ പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ അറിയാമല്ലോ, ആൽക്കഹോൾ ഫ്രീ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കയറിയിട്ട് ഒരു ബിയർ പോലും കുടിക്കാതിരിക്കുന്നത്. കാരണം ആൽക്കഹോൾ കൺസപ്ഷൻ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ആണല്ലോ, നല്ലോണം കൺട്രോൾ ചെയ്യാതെ വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നാളെ മുതൽ എൻ്റെ പുതിയ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ കൂടെ തന്നെ നിങ്ങളുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണുന്ന സ്ഥലങ്ങളും എൻ്റെ എക്സ്പീരിയൻസും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്.